ഉമ്മ ചോറ് വെക്കുമ്പോൾ 1 വയസ്സായ കുട്ടീൻ്റെ കയ്യിലുണ്ടാ മൊബൈല്? ഇനി 1 വയസ്സല്ല, 99 വയസ്സായ വല്യാപ്പ മരിക്കാൻ കിടക്കുന്നത്, മൂപ്പർക്ക് മൊബൈൽ പൊന്തുമെങ്കിൽ മൂപ്പര കയ്യിലുള്ളത് തന്നെ മൊബൈല്. അല്ല മൊബൈല്, ഇവിടെ മൊബൈൽ അവിടെ മൊബൈല്, അതേ ഉള്ളൂ. നന്നാവൂല, കയ്യൂല കുട്ടികളെ, കയ്യൂല. ചിലർക്ക് അന്ന് അതില് എന്താ പറയാ അലാറം വെക്കാൻ അറിയും. 10% ആളുകൾക്ക് അലാറം വെക്കാനും അറിയില്ല. 2003, 2004 ഒക്കെ അങ്ങനെയാണ്. പിന്നെ എന്ത് ചെയ്തു എന്നറിയോ? പിന്നെ അതിലേക്ക് എന്ത് ചെയ്തു? പിന്നെ അതിലേക്ക് എന്ത് ചെയ്തു? ഈ വാട്സപ്പുകൾ വന്നു, അതോടുകൂടെ സോഷ്യൽ മീഡിയ വന്നു. ഇപ്പൊ ആർക്കും നേരമില്ല. എന്താ സൊല്യൂഷൻ? വീടുകളിൽ മൊബൈൽ ഇല്ലാതാക്കുക. നടക്കുമോ? നടക്കൂല. എന്നത് നടക്കൂല. നിനക്ക് യഥാർത്ഥ മുസ്ലിമാക്കാൻ ഇനി കഴിയൂല. ആരെ പറഞ്ഞു? ഞാനേ പറഞ്ഞു. നിങ്ങളാരാ? ഞാൻ എൻ്റെ വാപ്പ. നടക്കൂല. പഠിച്ചു പറയുന്നത്. പാരമ്പര്യ മുസ്ലിങ്ങളിലെ നബി എന്നാണ്. ആരാണ് ആ നബി? കേവലം ഒരു കിതാബിൽ കണ്ട നബി അല്ലത്. കിതാബ് അവർക്കൊരു വിഷയവുമല്ല. കിതാബിൽ അതിന് പ്രാമാണികതയൊക്കെ ഉണ്ടാകാം, പക്ഷെ അതൊന്നല്ല അവരുടെ നബി. ഉമ്മ പഠിപ്പിച്ച നബി, വല്യമ്മ പഠിപ്പിച്ച നബി, ഉപ്പ പഠിപ്പിച്ച നബി, വല്യപ്പ പഠിപ്പിച്ച നബി, ഉസ്താദ് പഠിപ്പിച്ച നബി. ഇതാണ് നബി. ആ നബി എന്ന് പറഞ്ഞാൽ അവരെ ജീവനേക്കാൾ അവർക്ക് വിലയിരിക്കും. പ്രമാണങ്ങളുടെ നബിക്ക്, പ്രമാണങ്ങളിലെ മുസ്ലിങ്ങൾക്ക് നബി ഒരു വിഷയമേ ആവില്ല. അതുകൊണ്ട് ഇതിനേക്കാൾ യുക്തമെന്ന് തോന്നുന്ന പ്രമാണങ്ങളിൽ അവർ മാറിപ്പോകും. ഇവരോ ഒരിക്കലും മാറില്ല. അധികരിച്ചു കൊണ്ടിരിക്കുന്ന നവലിബറലിസത്തിന്റെ അടിസ്ഥാനം ട്രഡീഷണൽ മുസ്ലിങ്ങളും ട്രഡീഷണൽ രീതികളിൽ നിന്ന് മാറി പ്രമാണങ്ങളിലേക്ക് തിരിഞ്ഞു എന്നതാണ്. പ്രമാണങ്ങൾ നമ്മളിലേക്ക് വരുന്നതിൻ്റെ അടിസ്ഥാനം യുക്തിയാണ്. പ്രമാണം ഒരാൾ നിങ്ങളിൽ നിക്ഷേപിക്കുന്നത് അയാളുടെ യുക്തി കൊണ്ടാണ്. ഇപ്പൊ നിരീശ്വരവാദിക്കും ഒരു പ്രമാണം ഉണ്ടാകും. അത് അവന്റെ വാചക കസർത്ത് കൊണ്ടും യുക്തി കൊണ്ടും നിങ്ങളിൽ സന്നിവേശിപ്പിക്കും. നിങ്ങൾക്കൊരു പ്രമാണം ഉണ്ടാവും. അത് ആ പ്രമാണത്തെ യുക്തി കൊണ്ട് നിങ്ങൾ അയാളിലേക്കും സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കും. എന്തിനും പ്രമാണങ്ങൾ ഉദ്ധരിക്കുന്ന രീതി നമ്മുടെ അടുത്ത കാലത്ത് വന്നതാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾക്ക് പ്രമാണം ഉദ്ധരിക്കുന്ന രീതിയില്ല. അതൊരു പുതിയ രീതിയാണ്. പറഞ്ഞാൽ നല്ല രസമുള്ളതാണ്. എന്ത് ഖുർആനും ഹദീസും അല്ലേ പ്രമാണം? നല്ലൊരു വാക്കാ. പക്ഷെ അവർക്ക് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഒരു സ്വാധീനം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാവില്ല. അവർക്ക് ഒന്നും ഹൃദയത്തിൽ ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും മാറാൻ കഴിയും. എന്നാൽ ട്രഡീഷണൽ മുസ്ലിമിന്, അവൻ ട്രഡീഷണൽ മുസ്ലിം ആണെങ്കിൽ ഒരിക്കലും അവർക്ക് മാറാൻ കഴിയൂല. അവർ ഹാർഡ് ഡിസ്കിൽ ലയിച്ചു വെച്ചിട്ടുണ്ടാവും. രക്തത്തിൽ അന്വേഷിച്ചിട്ടുണ്ടാവും പ്രമാണം. അവരെ പ്രമാണം ഒന്നുമല്ല. അവർക്ക് ഖുർആൻ പ്രമാണമല്ലേ പ്രമാണം, പക്ഷെ അവർക്ക് നബിയാണ് പ്രമാണം. ഹദീസ് പ്രമാണമല്ലേ പറയുമ്പോൾ പ്രമാണം അതാണ്, പക്ഷെ അവർക്ക് നബിയ പ്രമാണം. ഒരാൾ ഖുർആൻ ആയത്ത് ഓതിയിട്ട് അവരോടൊരു കാര്യം പറഞ്ഞാൽ പോലും അവരത് ശ്രദ്ധിക്കൂല. കാരണം നമ്മൾ പഠിച്ച നബി അതല്ലല്ലോ. നിങ്ങൾ നല്ല ഉഷാറിലാണോ? അല്ലേ? ഇത് ശരിക്കും ശ്രദ്ധിക്കണം. സുന്നികൾ ആധുനിക കാലത്ത് തകരുകയാണ്. സുന്നികൾക്ക് ഇനി തകർച്ചയുടെ കാലഘട്ടമാണ്, ഉറപ്പ്. ഇത് ഞാൻ കേരളത്തിൽ ആദ്യം പറഞ്ഞത് ഞാനാണ്, കൂടുതൽ പറഞ്ഞത് ഞാനാണ്. അതുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടത് ഞാനാണ്. അതിൽ വിഷയമല്ല, കാരണം ഞാൻ യുദ്ധത്തിലാണ്. ആ യുദ്ധം കൃത്യമാണ്. നിങ്ങൾക്ക് ബോധ്യപ്പെടും. എനിക്ക് 10 കൊല്ലം മുമ്പ് ബോധ്യപ്പെട്ടത് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടാൽ മതി. ഇനി അഹ്ലുസുന്ന എന്ന ട്രഡീഷണൽ ഇസ്ലാം നിലനിൽക്കൂല, ഒരിക്കലും നിലനിൽക്കൂല. അടുത്ത കാലത്തൊന്നും നിലനിൽക്കൂല. അതെങ്ങനെ മുത്തങ്ങയിലെ വേര് കിടക്കുമ്പോൾ കിടക്കും. ഒരു കാലത്ത് എണീക്കും, ഒരു പറ്റ വയ്ക്കൂല. മുത്തങ്ങയുടെ വേര് വേനൽക്കാലത്ത് അങ്ങനെ കിടക്കുമല്ലോ, അങ്ങനെ ഇങ്ങോട്ട് സുന്നയുടെ കിടക്കും. അങ്ങനെ കിടക്കും. പക്ഷെ പിന്നെ ഒരാൾ വരുമ്പോൾ അവർക്ക് ജീവൻ വെക്കും. അത് ഈ അവരെ ജീവിതകാലത്ത് വന്നോളൊന്നും ഇല്ല, പിന്നൊക്കെ വരാം. എന്തുകൊണ്ടേ അത് നമ്മളിപ്പോൾ ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ രീതിയിലേക്ക് സുന്നികൾ അധപ്പതിക്കാൻ കാരണം സുന്നികൾ ചാണായി ബിദഅ കക്ഷികളെ പിൻപറ്റി എന്നതുകൊണ്ടാണ്. ഒന്ന്, അവർക്ക് വരേണ്ടി വന്നത് വിത്തിൻ 30 years, ഒരു 30 കൊല്ലത്തിനുള്ളിൽ നമ്മളെ നബിയെ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കരുത്തുള്ള ഉമ്മമാരും വല്യമ്മമാരും നമ്മളിൽ നിന്ന് ഇല്ലാതെയായി എന്നതുമാണ്.
നമുക്കൊന്നുകൂടി തുടക്കം മുതൽ പറയാം. നമ്മുടെ നാട്ടില് ഇത് വരാനുള്ള ഒരു അടിസ്ഥാന കാരണം ഗൾഫാണ്. ഗൾഫ് സാർവത്രികമാവുന്നത് ഏകദേശം 70 കൂടിയാണ്. 80 ഒന്നും കൂടി വലുതായി. അപ്പൊ 75 മുതൽ 25 വരെ 50 years. 75 മുതൽ ഏകദേശം ഒരു 90-95 വരെയും പഴയ വയസ്സത്തികൾ നിലനിന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് അവർ കാഫിയായിരുന്നു. ബാപ്പ ഗൾഫിലാണ്, ഉമ്മ പുതിയ പെണ്ണായതുകൊണ്ട്, പുതിയ കാലത്തിന്റെ പെണ്ണായതുകൊണ്ട് മൊബൈലൊന്നും ഉമ്മാന്റെ കയ്യിലില്ലെങ്കിൽ പോലും പുതിയ ഗൾഫിൽ നിന്ന് പൈസ വരുന്നത് കൈകാര്യം ചെയ്യുന്ന പെണ്ണാണ് നമ്മളെ ഉമ്മ. അപ്പൊ അതുകൊണ്ട് ഉമ്മാന്റെ പുതിയ രീതികളിലേക്ക് ഉമ്മ പരുവപ്പെട്ടു പോവുകയും ചെയ്തു. എന്നാലും 95 വയസ്സ് 1995 വരെ വയസ്സത്തികൾ എന്ന അമൂല്യമായ രത്നങ്ങൾ നമ്മുടെ നാടുകളിലുണ്ടായിരുന്നു. അവർക്ക് നബിയെ സന്നിവേശിപ്പിക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞിരുന്നു. അന്നൊന്നും ഇവിടെ നിരീശ്വരവാദികൾ കോടിക്കണക്കിന് പണം ചെലവാക്കിയിട്ടും നമ്മുടെ വീട്ടകങ്ങളിലേക്ക് കയറാൻ നിരീശ്വരവാദികൾക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം ആ ട്രഡീഷണൽ ഉമ്മമാരിൽ നിന്ന് ദീനിനെ മനസ്സിലാക്കി. എന്താണ് ഈ ദീന്? ദീനെന്ന എന്താണ്? ദീനെന്ന എന്താണ്? നബി. ഈ വല്യമ്മാന്റെ കൽബിൽ ദീനുണ്ട്. അതായത് ആരുണ്ട്? നബി ഉണ്ട്. അത് എങ്ങനെ വല്യമ്മ കിട്ടി? 10 ഓതിയല്ല. ആരും കൊടുത്തു? വല്യമ്മാന്റെ അമ്മ. അതവരെ ജീനിലുണ്ടാവും. ആ വല്യമ്മാന്റെ ഉമ്മാനോടും അവരമ്മ പറഞ്ഞു കൊടുത്തു, അവരമ്മ പറഞ്ഞു കൊടുത്തു. ഈ ഉള്ളി തൊലിക്കുമ്പോ പിന്നെ സാധനങ്ങൾ മസാല കൂട്ട് അരിയുമ്പോ വല്യമ്മാന്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാലം എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ? അപ്പൊ വല്യമ്മ ഇങ്ങനെ പറയും പഴയ കാലത്ത് വർത്താനങ്ങള്. ഹംസത്ത് എന്നോരോ കഥ. എൻ്റെ അമ്മ വല്യമ്മ ഹംസത്തെന്നൂരി എന്നാണ്. ഹംസത്തെന്നൂരി പറഞ്ഞാല് എന്നിട്ട് എന്ത് വല്യമ്മ അതിനിടയ്ക്ക് ഏതെങ്കിലും അയൽവാസി പെണ്ണ് വന്ന് അമ്മയിലേക്ക് തിരിയാണെങ്കിൽ ഇങ്ങനെ ക്ഷമകേട് കാണിക്കും. ഇതൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. അല്ല, നമ്മൾ അതിന്റെ ക്ലൈമാക്സിൽ നിൽക്കുക. ആരുടെ ക്ലൈമാക്സിൽ? ഹംസത്തെന്നോരെ ആ കഥ ഇങ്ങനെ വല്യമ്മ പറയാണ്. എന്നിട്ട് എന്തേ വല്യമ്മ, എന്നിട്ട് എന്താണ്? അപ്പം വല്യമ്മ ഇങ്ങനെ പറയും. കണ്ണിൽ കണ്ടതുപോലെ വല്യമ്മ പറയാം. അപ്പൊ അത് നമ്മളെ കുട്ടിക്കാലാണ്. അപ്പൊ കൈസ് പറയുന്നൊരു വാക്കുണ്ട്, അതാനി ഹവാഹ ഖബ്ല അൻ അഅരിഫൽ ഹവാ. പ്രേമം ഞാൻ പഠിക്കുന്നതിന് മുമ്പ് അവളെ പ്രേമിച്ചാൽ തുടങ്ങിയത്. അതുകൊണ്ട് അവളെ മറക്കാൻ കഴിയുന്നില്ല. പിന്നെ പല പെണ്ണുങ്ങളെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, പ്രേമിച്ചു. ഇവൾ ഇപ്പോഴും എൻ്റെ സഖിയ. എന്തുകൊണ്ട്? അതാനി ഹവാഹ ഖബ്ല അൻ അഅരിഫൽ ഹവാ. ഇവളെ പ്രേമിച്ചാണ് ഞാൻ പ്രേമം പഠിച്ചത്. നമുക്ക് മതം അറിയാത്ത കാലത്ത് വല്യമ്മാന്റെ വായിലൂടെ നമ്മൾ മതം പഠിച്ചു. ആ മതം എന്താണ്? നബിയാണ്. അക്കാലത്ത് നല്ല നല്ല മൊല്ലന്മാരാണ് മദ്രസയിൽ പഠിച്ചിരുന്നത്. ഇങ്ങനത്തെ ബിരുദധാരികളൊന്നും അല്ല. എന്നെപ്പോലത്തെ ബഹുമാനപ്പെട്ട ബിരുദധാരികളല്ല അക്കാലത്ത് മദ്രസയിൽ പഠിപ്പിച്ചിരുന്നത്, മൊല്ലന്മാര്. അപ്പോൾ അവർ ഒരു പീരീഡൊക്കെ കഴിഞ്ഞ് 2 പീരീഡ് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ശനി ഞായർ 2 ദിവസം ഇഷ്ടംപോലെ സമയം ഉണ്ടാവും. അപ്പോൾ അന്നാണ് കഥകളൊക്കെ പറയും. അവർക്ക് ബിരുദമൊന്നുമില്ല, പക്ഷെ അവർക്ക് ചില കഥകൾ അറിയും. അപ്പോൾ പാഠം പഠിപ്പിച്ച സമസ്തന്റെ സിലബസ് തന്നെ. ആ സിലബസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെയും നേരം ഉണ്ടാവും. നൂറിന്റെ ബാങ്കിന് മുമ്പ് 12 മണിക്കാണ് ശനി ഞായർ മദ്രസ വിടുക. അങ്ങനത്തെ ഒരു കാലങ്ങൾക്ക് ഓർമ്മയില്ലേ? രാവിലെ തുടങ്ങും, ഇടയിലൊന്ന് കഞ്ഞിടിച്ച് വന്നോളെന്ന് പറയും. പാഞ്ഞ് കഞ്ഞിടിച്ച് പിന്നെയും വരും. എന്നിട്ട് പിന്നെയും മൊല്ലാക്കാൻ്റെ മുന്നിൽ അല്ലെങ്കിൽ സാധുവായ ഈ മാലിമിന്റെ കയ്യിൽ മുന്നിൽ അങ്ങനെ ഇരുന്ന് കൊടുക്കും. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് വിഷയങ്ങൾ എനിക്ക് പറഞ്ഞു തരാണ്ടെന്നും പറയും. അപ്പൊ നമ്മൾ തന്നെ നമുക്കറിയാം എന്തോ കഥ പറയുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നീച്ച പോയപ്പോ ഉള്ള കഥ, മുത്തനബി പോയ കഥ, മുത്തനബി ഖദീജ ബീവിനെ കെട്ടിയ കഥ. മനസ്സിലാണ് പറഞ്ഞത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിലേക്ക് കച്ചവടത്തിന് ഖദീജ ബീവി അയച്ച കഥ. എന്തെങ്കിലും ഒരു കഥയായിരിക്കും പറയും, മുത്തനബിയുമായി ബന്ധപ്പെട്ട കഥ. നമുക്ക് സത്യത്തിൽ ആ കഥയാണ് നമ്മളെ മദ്രസയിൽ എത്തിക്കണേ തന്നെ. മറ്റൊക്കെ ഒന്നുമല്ല. അന്ന് പഠിച്ചൊന്നും നമുക്ക് ഓർമ്മയില്ല. നിങ്ങളൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്. മദ്രസയിൽ പഠിച്ചിട്ട് നിസ്കരിച്ചവർക്ക് കൈപ്പൊക്കാം ഒരാളുണ്ടാവില്ല. മദ്രസയിൽ പഠിച്ചത് കൊണ്ട് നിസ്കരിച്ച ഒരു മനുഷ്യനെ ഇന്ത്യ ആയുസിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പിന്നെ അപൂർവ ജീവികൾ ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സായതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. നിങ്ങളും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആരുണ്ടാകുക? നമ്മൾ നിസ്കാരം പഠിച്ചത് മൊല്ലാക്ക നിസ്കരിച്ച് കാണിച്ചതുകൊണ്ട് സിലബസ് നോക്കി ആരും നിസ്കരിച്ചിട്ടില്ല. നമ്മൾ അപ്പുറത്ത് പെണ്ണുങ്ങളുണ്ട്. നമ്മൾ ഐലും നിഫാസും എല്ലാ നഫായിസും ഒരു പഠിക്കും. 4-5 വയസ്സിൽ തുടങ്ങിയിട്ട് 6-ാമത്തെ വയസ്സാകുമ്പോൾ നിഫാസ് പഠിക്കുന്ന പണിയായിരിക്കും. ഹൈല് നിഫാസ് ഉണ്ടാകുന്നത് 18-ാമത്തെ വയസ്സിലാണ്.
6-ാം വയസ്സിൽ 7-ാം വയസ്സിലും 8-ാം വയസ്സിലും 9-ാം വയസ്സിൽ നിഫാസിന്റെ പരീക്ഷയ്ക്ക് വിജയം നല്ല എഴുത്ത് എഴുതിയിട്ടാണ് ഓക്ക് മദ്രസയിലെ ഏറ്റവും വലിയ പറയാ മാർക്ക് കിട്ടിയത്. ഓൾക്ക് നിഫാസ് ഉണ്ടാകുമ്പോൾ ഓൾക്ക് ഓളെ ഏട്ടത്തി പറഞ്ഞു കൊടുക്കുക. നിഫാസിന്റെ ബുക്ക് നോക്കൂല, ഓക്കത് ഓർമ്മയില്ല. അയലിന്റെ ചോര എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് മദ്രസയിലെ ബുക്ക് നോക്കി ചെയ്ത ഒരു പെണ്ണ് ഇന്റെ ആയുസിലില്ല. നിങ്ങളെ ആയുസിലുണ്ടെങ്കിൽ ആ അപൂർവ ജീവിയെ പറഞ്ഞാൽ നമുക്ക് അപൂർവ ജീവിക്ക് വേണ്ടി വേർക്കാം. എന്നാലും നമ്മൾ പിന്നെന്താ മദ്രസ നമ്മളെന്ന് പഠിക്കും, മറക്കും. അപ്പോൾ പിന്നെ ഏട്ടത്തി പറഞ്ഞു തരുമ്പോൾ എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് മദ്രസ പഠിച്ച്, അല്ല പ്രവർത്തിക്കാനല്ല. പ്രവർത്തിക്കാൻ മദ്രസയിൽ ഒന്നും കഴിയില്ല. കാരണം പിന്നെയും കുറെ നീ മദ്രസയ്ക്ക് പോകണ്ടെന്നിപ്പോൾ തീരുമാനമായി എന്ന് പറഞ്ഞ് പോകരുതിട്ടാ. അതായത് ഏട്ടത്തിൽ പറഞ്ഞു തരുമ്പോഴത്തിന് എന്നിട്ട് അങ്ങനെയാണ് രക്തം വരുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കുളിക്കേണ്ടത്. അക്ക പഠിച്ച ആ ക്ലാസ്സിൽ ഏറ്റവും മാർക്ക് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അമ്മല്ല ഏട്ടത്തി പറഞ്ഞ കൃത്യമായി പറയും, മനസ്സിലാവും. ഏട്ടത്തിന്ന് ഉമ്മയിൽ നിന്നും മിക്കവാറും ഏട്ടത്തി, ചിലപ്പോൾ ഏട്ടത്തി ഇല്ലെങ്കിൽ ഉമ്മയെന്നല്ലാതെ ഹൈല് കൈകാര്യം ചെയ്ത ഒരു പെണ്ണിനെ ഈ ലോകത്ത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിലോ അടുത്ത പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണം. അങ്ങനത്തെ പെണ്ണ് ലോകത്തില്ല. പിന്നെ അത് മദ്രസ പഠിച്ചത് അവർ പറഞ്ഞു തരുമ്പോൾ എളുപ്പം നമുക്കത് തരംബോഹാകണം, എന്നാൽ അത് ഓർമ്മയിലുണ്ടാവില്ല. മദ്രസിൽ നമ്മൾ പഠിച്ച കാലത്ത് മദ്രസയിൽ പോയത് സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ മദ്രസ പറഞ്ഞാൽ ഭയങ്കര രസമാണ്. പഠിക്കും, പക്ഷെ പഠിച്ചൊന്നും പിന്നെ ഓർമ്മ ഉണ്ടായില്ല. ഒന്നും ഓർമ്മയില്ല. ഓർമ്മക്ക് വേണ്ടി പഠിച്ചതുമല്ല. അപ്പൊ പറഞ്ഞപ്പോൾ പഠിച്ചു. മദ്രസയിൽ 2 കാര്യമുള്ളത്. ഒന്ന് മദ്രസയിൽ പിന്നെ എന്താ പറയാ, മദ്രസയിൽ ഇടക്കിടക്ക് ചീരിന് കിട്ടും. അത് ഈ വെള്ളക്കൊട്ടയിലെ പഴയ കാലത്ത് വെള്ളക്കൊട്ടി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചിലപ്പോൾ ചക്കച്ചോളായിരിക്കും, ചിലപ്പോൾ ഒരു മാങ്ങനെ കഷ്ണമായിരിക്കും, ചിലപ്പോൾ ഒരു ചക്കച്ചോള കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചോള കിട്ടുള്ളൂ. നമ്മളെ പരിച്ച ചക്ക വീണ് നോക്കിയിരിക്കും, എന്നാലും നമുക്കത് ഇഷ്ടം ഉണ്ടാവില്ല. മദ്രസയിൽ നിന്ന് ഒരു ചക്കച്ചോള കിട്ടിയാൽ നാളെ ഉണ്ടാവും. ചിലപ്പോൾ ഉസ്താദ് നല്ല ബളവൻ ഉസ്താദ് പറയും ചെയ്യും, എന്ത് നാളെ ഇതിനേക്കാൾ നല്ല ചെയ്യും. അപ്പൊ പാഞ്ഞൽ അന്നൊന്നും ഉണ്ടാവില്ല. എന്നാലും ഇടക്കിടക്ക് വളവന്മാരെ ഉസ്താദ്മാരെ എന്തെങ്കിലുമൊക്കെ കൊടുപ്പിക്കും. അപ്പൊ അതിങ്ങനെ കിട്ടുമ്പോൾ ഒരു നുണയലാണ്. അത് രസമാണ്. പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ കഥ പറയും. ആര്? ആ കഥ മറക്കേല്ല, ഒരിക്കലും മറക്കൂല. ആ കഥ മറക്കൂല. ഹുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കിക്കുന്നത് അവർ പറഞ്ഞ കഥയാണ്, അവൻ മറക്കൂല. അവിടുന്ന് പഠിച്ച എല്ലാ ഓർഡറുകളും പഠിക്കും, മറക്കും. എന്ത് മറക്കൂല? ആ കഥകൾ മറക്കൂല. ആ കഥകൾ ഇന്ന് ഇല്ല. അതിന് ഇംഗ്ലീഷ് മീഡിയങ്ങളും പുതിയ മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റവും കൈയടക്കി. കാരണം അങ്ങനെ കഥ പറഞ്ഞു കൊടുക്കാനൊന്നും ഇന്ന് മുഅല്ലിമുകൾക്ക് നേരല്ലേ. അപ്പൊ വീട്ടിലും നബിയില്ല, മദ്രസയിലും നബിയില്ല. ആ കുട്ടികൾ നിരീശ്വരവാദിയായിട്ടില്ലെങ്കിൽ ആ കുട്ടീനെ എൻ്റെ അടുത്തേക്ക് അയക്കണം. ഇനി നമുക്ക് അവാർഡ് കൊടുക്കാം. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, ഉറപ്പ് സംശയിക്കണ്ട. ഏറ്റവും ചുരുങ്ങി അഗ്നോസിസ്റ്റെങ്കിലോ ഡൗട്ട്സ്, അതായത് ഒരു ഏത്തിസ്റ്റ് അല്ലെങ്കിലും ഒരു അഗ്നോസിസ്റ്റ്, അതായത് ഡൗട്ട്സ്. എന്തിനാ നമസ്കരിക്കണത്? ഇന്നൊരാളിനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുട്ടിക്ക് എന്തിനാ നമസ്കരിക്കണം ചോദിക്കണ്. എന്താ നമസ്കരിക്കണം? നബി തെറ്റാന്ന് എനിക്ക് തോന്നുകയാണ്. കഴിഞ്ഞ ദിവസം ഒരാളോട് മകൻ അങ്ങനെ തോന്നുകയാണ്, നബി തെറ്റാണ്. ഇത് ഇവിടെ 1400 കൊല്ലത്തിൽ ഉണ്ടായിട്ടില്ല, ഈ 47 കൊല്ലത്തിൽ ഉണ്ടായിട്ടുള്ളൂ. 47 കൊല്ലമല്ല, ഒരു ആദ്യത്തെ 10-20 കൊല്ലമല്ല, ഇപ്പോൾ ഈ 27 കൊല്ലം. ഇതിപ്പോൾ 1447. വീട്ടിൽ നബി ഇല്ലാത്തതും മദ്രസയിൽ നബി ഇല്ലാത്തതുമാണ് സത്യത്തിൽ നമ്മുടെ പരാജയത്തിന്റെ മുഴുവനും അടിസ്ഥാനം. പിന്നെ നമ്മൾ മദ്രസയിൽ പോകുന്നത് എന്തിനെന്നാൽ ആദ്യം ഈ മദ്രസേന്റെ ശവ്വാൽ മാസത്തിന് ചീരണിയും അതും ഇതൊക്കെ എങ്ങനെ ഉണ്ടാവും. ദുൽഹജ്ജിന് കഴിയുന്നോട് കൂടെ മദ്രസന്റെ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ മദ്രസന്റെ ഉള്ളിൽ ഒരു ചെറിയ സ്റ്റേജ് അവിടെ കെട്ടിടും. പിന്നെ മുഹറം സഫർ പാട്ടും കളിയും പഠിക്കണ പണിയാണ്. ഈ പാട്ടും കളിയും മുഴുവനും ആരെ പറ്റിയാണ്? നബിനെ പറ്റിയാണ്. അത് നമ്മളെ തലക്കട കയറും. ആ നബി നമുക്ക് മറക്കാനേ കഴിയില്ല. അതുകൊണ്ട് ഇസ്ലാമിക് മോഡേൺ എഡ്യൂക്കേഷണൽ സിസ്റ്റം വരുന്നതോടുകൂടെ ഇത് മുഴുവൻ തകർന്നു പോയതാണ്. ലിബറലിസത്തിന് നമ്മുടെ യൂത്ത് വാതിൽ തുറന്നു കൊടുക്കാനുള്ള അടിസ്ഥാന കാരണം. ഞാൻ നിങ്ങൾക്ക് 2 അവസ്ഥകൾ പറഞ്ഞുതരാം. ഉദാഹരണം, 2005 നെതർലാൻഡ്സിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ഒരു കാർട്ടൂൺ വന്നു നബിക്കെതിരെ.
നെതർലാൻഡ്സിൽ നിന്ന്, ഫ്രഞ്ചിൽ നിന്നും പിന്നെ വന്നിട്ടുണ്ട്, ഡെൻമാർക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് അതിന് ശേഷം. ഇതിന്റെ പ്രശ്നം ആദ്യം തുടങ്ങി നെതർലാൻഡ്സിൽ നിന്നാണ്. അത് 2005. പിന്നെ ഫ്രഞ്ചിൽ നിന്ന് വന്നു, ഡെൻമാർക്കിൽ നിന്ന് വന്നു, പിന്നെ ഫ്രാൻസിൽ നിന്ന് വന്നു. ഈ പ്രശ്നങ്ങൾ 2000-ന് ശേഷം പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്നപ്പോൾ അതിനെതിരെ ഏറ്റവും പ്രതികരിച്ചത് അറബ് സംസാരിക്കാത്ത രാജ്യങ്ങളിൽ നിന്നാണ്. അറബികൾ പ്രതികരിച്ചതേയില്ല. ഏതോ പ്രഭാഷണത്തിൽ മക്കത്തോ മദീനത്തോ വെച്ച് ഒരു ഖതീബ് പറഞ്ഞിരിക്കാം, ശ്രദ്ധിക്കപ്പെടുന്നതേ ആയിട്ടില്ല. അതിലൊരു ഒരു 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 ആവേശത്തിലൊരു ചാട്ടം ഉണ്ടായില്ല. എന്റെ കൂടെ നിങ്ങൾ പഠിച്ചോളി വിട്ടു, ഞാൻ നിങ്ങൾക്ക് ഇതിനെതിരാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറയും, വരൂല. പഠിച്ചിരിക്കുക. എന്നെ വളരെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഞങ്ങളോട് ഞാൻ പറയുന്നത്. അതായത് ആധുനിക ലോകത്ത് 2000-ന് ശേഷം അത് പല വട്ടം വന്നു. ആദ്യം നെതർലാൻഡ്സിൽ നിന്ന് വന്നു, പിന്നെ ഡെൻമാർക്കിൽ നിന്ന് വന്നു, പിന്നെ ഫ്രാൻസിൽ നിന്ന് വന്നു. പുണ്യ റസൂൽ മുസ്തഫക്കെതിരെ കാർട്ടൂണുകൾ, മനസ്സിലായില്ലേ, വന്നപ്പോൾ അതിനെതിരെ ആയുസ് തന്നെ നശിപ്പിക്കുന്ന വിധത്തിൽ വലിയ കുതിരശക്തിയിൽ റോഡ് മുഴുവനും ഇളക്കി മറിച്ചത് അറബ് രാജ്യങ്ങളിൽ അങ്ങനത്തെ ഒരു ശബ്ദം പോലും ഉയർന്നില്ല. ഇന്തോനേഷ്യയിൽ പ്രതിഷേധം വന്നു. ഇന്തോനേഷ്യ അറബ് രാജ്യം അല്ല, ഒരു ട്രഡീഷണൽ ഇസ്ലാമിക് രാജ്യം. മലേഷ്യ വന്നു. അറബ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ഒരല്പം വന്നത് മിസ്രിൽ നിന്നാണ്. കാരണം മിസ്രി എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ദി മോഡേണിസം ആൻഡ് ട്രഡീഷണൽ ഇസ്ലാമിക്, ഇത് രണ്ടിന്റെയും ഇടയിലുള്ള സാധനമാണ് എന്ത്? മിസ്ർ. മിസ്ർ എന്നാൽ ഈജിപ്ത്. ഈജിപ്തിൽ 2 തരവും ഉണ്ട്. പക്ഷെ കൂടുതലും അവിടുത്തെ ഗ്രാമങ്ങൾ മുഴുവനും ട്രഡീഷണൽ മുസ്ലിംസിന്റെ കയ്യിലാണ്. അതുകൊണ്ട് അവിടുന്നും പ്രതിഷേധം വന്നു, മറ്റെവിടുന്നും പ്രതിഷേധം വന്നില്ല. എന്തുകൊണ്ട്? അറബികളിൽ എന്തുകൊണ്ടാണ് നബിക്കെതിരെ എങ്ങനെ അവരൊരു വൈകാരികമായ പ്രതിഷേധം വരാത്തത്? എന്തുകൊണ്ട്? അവർ നബിയെ പ്രമാണത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പൊ ഇത് ജീവിക്കുന്ന നബിയല്ല, കടലാസൻ നബിയാണ്. നമ്മളെ കയ്യിലെങ്ങാനും ഡെൻമാർക്കിനെ കിട്ടിയാൽ മലബാറെന്ന് പൊരിക്കും. എന്തുകൊണ്ട്? നമ്മൾക്ക് ജീവിക്കുന്ന നബിയെ വല്യമ്മ പറഞ്ഞതാണ്. നിങ്ങൾക്ക് പഠിക്കാം, ആർക്കും പഠിക്കാം. ഇത് സത്യമാണ്. ഇതെന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വിഷയമാണ്. ഞാൻ പണ്ടൊരിക്കൽ ഒരു വാക്കിൽ എവിടെയോ അത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊന്നല്ല, അത് ഗൗരവമുള്ള വിഷയമാണ്. എന്തുകൊണ്ട്? അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആനെ വഹിച്ചു വന്ന, ഖുർആൻ വിതരണം ചെയ്ത ഒരാൾ മാത്രമാണ് ആര്? നബി. അവർക്ക് ഖുർആനാണ് പ്രമാണം, നബിയല്ല. നമുക്ക് ഖുർആൻ പ്രമാണമാണെങ്കിലും നബിയാണ് പ്രമാണം. ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾക്കത് വിഷയമല്ല. നമുക്ക് വല്യമ്മ പറഞ്ഞാണ് വിഷയം, ഉസ്താദും വല്യുസ്താദും പറഞ്ഞതാണ് വിഷയം, ബാപ്പി മല്യാപ്പി പറഞ്ഞാണ് വിഷയം. അത് കൃത്യമാണ്, മാറൂല്ല. എന്തുകൊണ്ട്? അത് ആയിരക്കണക്കായ ജനിതക പരമ്പരകളിലൂടെ നമ്മുടെ തൊട്ട് തലമുറയിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് നബി ഒരാൾ ആക്ഷേപിക്കാൻ നമ്മൾ സഹിക്കാൻ നമുക്ക് കഴിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മളൊരു വികാരം കൊള്ളും. ഇപ്പൊ ജെറൂസലേം നമുക്കിത് വലിയൊരു വിഷയമാണ്, അറബികൾക്കത് വിഷയമല്ല. എന്തുകൊണ്ട്? ബൈത്തുൽ മുഖദ്ദസിനെ നമ്മൾ മനസ്സിലാക്കുന്നത് ഉമ്മയിൽ നിന്നും വല്യമ്മയിൽ നിന്നും വല്യപ്പയെന്നും ഉസ്താദിൽ നിന്നും മദ്രസിലെ പ്രസംഗത്തിൽ നിന്നുമാണ്. അതുകൊണ്ട് നമുക്കിത് വൈകാരികാണ്. അറബികൾക്കത് പ്രശ്നമല്ല, അവർ പ്രമാണം നോക്കിയവരേ ഉള്ളൂ. അത് ചാച്ചും ചെരിഞ്ഞു നിൽക്കാൻ കഴിയും. എന്തിന് കോഴിക്കോടുണ്ടായൊരു പ്രതിഷേധം പോലും ഒരു അറബ് രാജ്യത്തുണ്ടായില്ല? നിങ്ങളിന്റെ കൂടെ ഉണ്ടോ ഇല്ലേ? ഏത് വിഷയത്തിൽ? ഏറ്റവും ചുരുങ്ങിയത് ഡെൻമാർക്കിൽ നിന്ന് വന്നപ്പോൾ വളരെ വന്നു, വലിയ പ്രശ്നങ്ങളുണ്ടായി. എന്തിന്? മാതൃഭൂമിയിൽ എന്തോ ഒരു ദോഷം. പുണ്യ റസൂലിനെ പറ്റി മാതൃഭൂമിയിൽ വന്നപ്പോൾ എന്തൊക്കെയാണ് എന്തായിരുന്ന അവസ്ഥ? നമുക്ക് സഹിക്കാൻ കഴിയില്ല. അറബികൾക്ക് പ്രശ്നമില്ല. എന്തുകൊണ്ട്? അറബികൾ ബുക്കിന് പഠിച്ച നബിയാണ്, അത് ജീവനില്ലാത്ത നബിയാണ്. നമ്മൾ വല്യമ്മയിൽ പഠിച്ച നബിയാണ്, അത് ജീവനുള്ള നബിയാണ്. 995 ശേഷം അങ്ങനത്തെ വല്യമ്മമാരും ഉമ്മമാരും നമ്മുടെ വീടുകളിൽ ഇല്ല. ഇനി വാതിലട തുറക്കും. കഴിഞ്ഞ 50 കൊല്ലത്തിനുള്ളിൽ ഏത്തിസത്തിന് അറേബ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായ വളർച്ച 64%. ഏത്തിസത്തിന്റെ വളർച്ച, നിരീശ്വരവാദത്തിന് അറബ് രാജ്യങ്ങളിൽ ഉണ്ടായ വളർച്ച 17% അറബികൾ പക്ക നിരീശ്വരവാദികളാണ്. ആ അളവ് മലബാറിൽ മുസ്ലിമീങ്ങളെ കിട്ടൂല.
മലബാറിൽ അങ്ങനത്തെ ഒരു 5% പോലും മുസ്ലിമീങ്ങൾ നിരീശ്വരവാദിയല്ല. എന്നാൽ വളരെ ഉന്നതമായ അറബ് രാജ്യങ്ങളിൽ 17% മുസ്ലിമീങ്ങൾ നിരീശ്വരവാദികളാണ്. കഴിഞ്ഞ 50 കൊല്ലത്തിനുള്ളിൽ എൻ്റെ പുതിയ പുസ്തകം വരുന്നുണ്ട്, സാത്താൻ്റെ നവലോകക്രമം എന്ന പേരിൽ ഒരു പുതിയ പുസ്തകം വരുന്നുണ്ട്. എല്ലാവരും വായിച്ചെടുക്കേണ്ട അതിപ്രധാനപ്പെട്ട പുസ്തകമാണ്. വലിയവരെ ഉദ്ദേശിച്ച് മാത്രം ഇറക്കുന്ന പുസ്തകമാണ്. മുതിർന്ന ആളുകൾ മാത്രം വായിക്കേണ്ട അതിപ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിന് 1-ാം ഭാഗം 2-ാം ഭാഗം പിന്നീട് വരും. ഇനി 1-ാം ഭാഗം അടുത്ത് വിത്തിൻ 2 months പുറത്തിറങ്ങും. സാത്താൻ്റെ നവലോകക്രമം എന്നാണ് പുസ്തകം. അതിലൊക്കെ ഓരോന്നിൻ്റെ ഓരോ നാടുകളിൽ നിരീശ്വരവാദത്തിന് ഉണ്ടായ അളവുകൾ, വളർച്ച, ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി. പക്ഷേ ഇനി നമ്മൾ മറികടക്കും. 2050 എന്ന വർഷമാകുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികൾ വസിക്കുന്ന രാജ്യം ഇന്ത്യയായിരിക്കും എന്നാണ് സോഷ്യൽ നിരീക്ഷകരുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. സാമൂഹിക നിരീക്ഷകർ നടത്തിയ പഠനത്തിൽ 2050 എന്ന കാലത്ത് ഇന്ത്യ രാജ്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ നിരീശ്വരവാദികളുടെ പറുദീസയായ രാജ്യം ഇന്ത്യയായിരിക്കും. എല്ലാ മതങ്ങളിലും സംഭവിച്ചു. എന്തുകൊണ്ട്? ട്രഡീഷണൽ രീതികളിൽ അവരൊക്കെ അപ്രത്യക്ഷമായി. ഇങ്ങോട്ട് നോക്കി. അപ്പൊ നമുക്ക് സംഭവിച്ച പ്രശ്നത്തെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ പറയാം, സൊല്യൂഷൻ പറയാം, പക്ഷെ നിങ്ങൾ സ്വീകരിക്കൂല. സൊല്യൂഷൻ പറയട്ടെ, പറഞ്ഞോളി. ആയിക്കോട്ടെ, കാരണം എന്നോട് ചോദിക്കണല്ലോ ഇവിടെ പറയണത്. സൊല്യൂഷൻ പറയാം, പക്ഷെ നിങ്ങൾ സ്വീകരിക്കൂല എന്ന് ഞാൻ ഉറപ്പായി പറയാം. 1 വട്ടം 2 വട്ടം 3 വട്ടം ലേലം വിളി പോലെ പറയാണ്, നിങ്ങൾ സ്വീകരിക്കൂല. ഞാൻ ഇതിന് പരിഹാരം പറഞ്ഞു. പഴയ അവസ്ഥയിലേക്ക് നമ്മൾ പുതിയ മുസ്ലിമീങ്ങൾ മടക്കാനുള്ള പരിഹാരം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ എന്റെ പരിലടക്കം നടപ്പാക്കാൻ കഴിയൂല. പിന്നെന്തിനാ പറയണത്? അല്ലെ, സൊല്യൂഷൻ ഉണ്ട് എന്ന് അറിഞ്ഞോളി. നിങ്ങളോട് നടപ്പിലാക്കാൻ കഴിയൂല എന്നല്ല, എന്റെ കഴിയൂല. കഴിയണമെങ്കിൽ അള്ളാഹു തൗഫീഖ് തരണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതെന്താന്ന് എനിക്കറിയില്ല, എനിക്ക് വഴിയറിയില്ല. പക്ഷെ സൊല്യൂഷന്റെ കയ്യിലുണ്ട്. നമ്മുടെ പ്രശ്നത്തിന് അടിസ്ഥാനം ഒന്നാമതായി നമ്മുടെ നാടിനെ മാറ്റിമറിച്ചത് ഗൾഫാണ്. ആദ്യം ഗൾഫ് പോയ ആളെ കിട്ടിയാൽ ബൂട്ടിട്ട് ചവിട്ടണം. നല്ല ആണിയുള്ള ബൂട്ടിട്ട് ചവിട്ടണം. നോക്കി നിങ്ങൾ ചെങ്ങായി പറയണ് മുണുങ്ങിയിട്ട് അത് അവിടുന്ന് കിട്ടിയതാണ് മുണുങ്ങണത്. പണ്ടുള്ളവരൊന്നും മുണുങ്ങലില്ല. പണ്ട് ഹലാല് മുണുങ്ങായിരുന്നു. ഇപ്പൊ ഹലാലും ഹറാമും നോക്കാതെ മുണുങ്ങേണ്ടി വന്നത്. ഇപ്പൊ ഖുശൂഇല്ലാത്ത പള്ളിയിൽ നിസ്കരിക്കേണ്ടി വന്നത് എന്തുണ്ടായിട്ടാണ്? ആവശ്യമില്ലാത്ത പള്ളിന്ന്. പഴയ കാലത്ത് ഒരു ബാങ്കിനൊരു സുഖം ഉണ്ടായിരുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നെ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് കേൾക്കുമ്പോഴും മിണ്ടാതിരിക്കും. എന്തേ? ഉത്തരം കൊടുക്കണം. അപ്പൊ ഞാനും 2-3 ആളുകളും കഴിഞ്ഞ ആഴ്ച ഒരു സ്ഥലത്ത് ഇരിക്കുക. അപ്പൊ അടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു. അപ്പൊ പെരക്കാരൻ പറഞ്ഞു, ഇപ്പൊ തന്നെ വർത്താനം നിർത്തേണ്ട ഉസ്താദേ, നമ്മളെ പള്ളിയിൽ നിന്ന് ഇപ്പം കൊടുക്കും, അപ്പൊ തുടങ്ങിയാൽ മതി. അത് നമ്മൾ കുറേ നേരം പിടിച്ചു. നമ്മൾ പ്രധാനപ്പെട്ട വർത്താനം ചർച്ച ചെയ്യും. മനസ്സിലായില്ല? അതായത് ഒരു ചെറിയ കവലയാണ്, അവിടെ 4 പള്ളിയുണ്ട്. എല്ലാ പള്ളിയിലും എന്തുണ്ട്? ബാങ്കുണ്ട്. ഓരോ പള്ളി കമ്മിറ്റിക്കും ഞങ്ങൾക്ക് നിങ്ങൾ തരുന്ന വരിസംഖ്യ മുതലായിട്ട് കോട്ടയെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരിക്കാം. മറ്റേ പള്ളിയിൽ അല്ലാഹു അക്ബർ ലാ ഇലാഹ തുടങ്ങുമ്പോഴേ അല്ലാഹു അക്ബർ തുടങ്ങുള്ളൂ. അപ്പൊ ആ അല്ലാഹു അക്ബർ വലിയ കരുത്തുള്ള അല്ലാഹു അക്ബർ ആകുമ്പോ നമ്മൾ റബ്ബാദി ദേവ നമ്മളെ മുങ്ങിപ്പോയി. ഇനി നമ്മൾ അടുത്ത അല്ലാഹു അക്ബർ തുടങ്ങണം. അത് 90% അപ്പുറത്തെ പള്ളിയിൽ മനസ്സിലായില്ലേ പറഞ്ഞത്? പൊരയിൽ താള് തിന്ന് കുഴങ്ങിയിട്ട് ഒരു വിരുന്നു പോയ ഒരു കഥ എന്റെ വല്യമ്മനോട് പറഞ്ഞിട്ടുണ്ട്. താള് 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 മനസ്സിലായില്ലേ? പൊരയില് താള് തിന്ന് കുഴങ്ങിയിട്ട് ഒരുത്തൻ കുടുംബക്കാരൻ്റെ അടുത്തേക്ക് വിരുന്നു പോയി. അപ്പൊ വിരുന്നു പോയപ്പോൾ അവിടെ എന്താണ്, അടിയിൽ കിണ്ണത്തിൽ കുറച്ച് ചോറ് വിളമ്പിയിട്ട് അതിന്റെ മേലെ താളിട്ടു. അപ്പൊ താള് വേഗം വായിൽ തിന്നു. എന്തിന്? ഒരു പൊടി ചോറെങ്കിലും തിന്നിട്ട് മാസങ്ങളായി തിന്നട്ടെന്ന് വിചാരിച്ചിട്ട് ചോറിന്റെ അടുത്തെത്തിയപ്പോഴത്തിന് പുരക്കാരൻ പിന്നെയും താളിട്ടു. അതും തിന്നു. എന്റെ വല്യമ്മ പറഞ്ഞ കത്തിയ ഇങ്ങനെ 3-4 വട്ടം തിന്ന് പള്ളം നിറഞ്ഞു. എന്തിപ്പോഴും ആയില്ല. വിരുന്ന് വന്നത് ഒരു പൊടി ചോറുണ്ണാനാണ്. അപ്പൊ മറ്റനോട് പറഞ്ഞു, അല്ലാഹു റസൂലാണ്, ഒരു പൊടിയെങ്കിലും ഞാനെന്ന് വാരിക്കോട്ടെ. ഇതൊരു കഥയാ എന്ന് പറഞ്ഞ മാതിരി ഈ ബാങ്ക് കൊടുക്കുന്നത് കേട്ട നമുക്ക് തോന്നിപ്പോവും അല്ലാഹു റസൂലാണെന്ന് നിർത്തി കിട്ടി നമുക്ക് അല്ലാഹു റബ്ബാനി
ദയവാണ് പറയുന്നല്ലോ. ഇവിടേക്ക് നമ്മൾ എത്തിച്ചത് ഗൾഫുകാരാണ്. ആർക്കും തെറ്റിയാൽ അടുത്ത് പള്ളി ഉണ്ടാക്കാം. പണ്ട് നടക്കൂല. പള്ളി ഉണ്ടാക്കി മാലി അമ്മിതാనికి കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അതിന് പോകൂല. മനസ്സിലാവുന്ന പറഞ്ഞ മനസ്സിലായില്ലേ? ഗൾഫ് നഷ്ടമല്ലാതെ ഒന്നും കൊണ്ടുവന്നില്ല. ഒരു ലാഭമില്ലാത്തൊരു സാധനത്തിന്റെ പേര് പറയൂ എന്ന് നിങ്ങളോട് ആര് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത ആൾ ചോദിക്കാതെ വേഗം പറയണം. എന്ത്? ഗൾഫ്. ഇത്രയും നമ്മൾ നശിപ്പിച്ച ഒരു സാധനം നശിച്ചു. ആദ്യം പെണ്ണുങ്ങൾ നശിച്ചു. ചോദിക്കാനും പറയാൻ ആളില്ല. മകരീബിന് ബാങ്ക് കൊടുക്കുമ്പോൾ അങ്ങാടി കൂടി നടക്കും. പണ്ട് അങ്ങാടിക്ക് പുറത്തിറങ്ങൂല. ഓട്ടോറിക്ഷക്കാരനൊപ്പം പോകുന്നത് ഏത് ജാതിയാണെങ്കിലും കയറിപ്പോലും. കാരണം എന്താ? ചോദിക്കാനും പറയാൻ ആളില്ല. ഓട്ടോറിക്ഷന്റെ എന്താ പറയാ, പെട്രോൾ റിസർവ് ആക്കി പറഞ്ഞിട്ടോ, റിസർവ് ആക്കാൻ വേണ്ടി ഓളെ കാൽമ പിടിച്ചാലും ഓക്ക് ബേജാറുമില്ല. ആരെങ്കിലും ഒന്ന് പിടിച്ചോണ്ട് വിചാരിച്ചാണ് ഓൾ നടക്കുന്നത്. എല്ലാരും അങ്ങനെയാണെന്നല്ല, അങ്ങനെയല്ല എന്നല്ല, ഞാൻ സാഹചര്യം പറഞ്ഞാണ്. അപ്പൊ പെണ്ണുങ്ങൾ നാശായി. മനസ്സിലായില്ലേ പറഞ്ഞത്? പെണ്ണുങ്ങൾ നശിച്ചു. ആദ്യം നശിക്കാൻ ഒക്കെ വിചാരികളായി എന്നല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ പഴയകാല വിശുദ്ധി നമ്മളെ പെണ്ണുങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പഴയ കാലത്ത് ഒരാൾ വല്യാപ്പല്ലാത്ത നേരത്ത് ഒരാൾ പുരയിൽ വന്നാൽ വല്യമ്മ ഇങ്ങനെ മറച്ച് ഇങ്ങനെ ആക്കിയിട്ട് എന്തേ അതും മുൻവാതിലിന്റെ വാതിൽ കട്ടിലിന്റെ ബാക്കിൽ മറിഞ്ഞെന്നാണ് എന്റെ ആരെ എന്തേ പോന്നു കേൾക്കും. അപ്പൊ ആ പറഞ്ഞ ആള് മുറ്റത്തിന് എന്നിട്ട് പറഞ്ഞ് അജയ് എവിടെ ഇവിടേക്ക് വരാണ്. എന്നാ ഞാൻ വന്നത് ഞാൻ അപ്പുറത്തെ കേൾക്കുമ്പോഴത്തെ ഞാൻ മെയ്തിൻകുട്ടീന്റെ മരുവനാ. ആയിക്കോട്ടെ പറഞ്ഞോളാം. പോയി. ഇന്ന് നമ്മളെ പെണ്ണുങ്ങൾ പൗതി ഓട്ടോറിക്ഷയില, അങ്ങാടിയില. ആ പെണ്ണുങ്ങൾ നശിച്ചു. പിന്നെ അത് വഴിയായി അരക്ഷിതരായി ആര്? മക്കൾ. 2000 ശേഷം മൊബൈൽ വന്നു. എന്നാലും മൊബൈലിൽ ബുള്ളി ഉണ്ടായിരുന്നുള്ളൂ. 2002, 2003, 2004 ആകെ 3 ഓപ്ഷനേ ഉള്ളൂ. എന്ത്? റിസീവ്ഡ് ഓപ്ഷൻ, പിന്നെ ഡയൽഡ് ഓപ്ഷൻ, പിന്നെ മിസ്ഡ് കോൾ. അല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു ഇതൊക്കെ. അല്ല നിങ്ങൾക്ക് തന്നെ അറിയില്ല, ഇത് ബുക്കാരി പഠിക്കണമല്ലോ ഇതറിയണമെങ്കിൽ. അപ്പൊ ഈ 3 ഓപ്ഷനേ ഉള്ളൂ. ചിലർക്ക് അന്ന് അതിൽ എന്താ പറയാ അലാറം വെക്കാൻ അറിയും. വലിയൊരു ശതമാനം ആളുകൾക്ക് അലാറം വെക്കാനും അറിയില്ല. 2003, 2004 ഒക്കെ അങ്ങനെയാണ്. പിന്നെ എന്ത് ചെയ്തു എന്നറിയോ? പിന്നെ അതിലേക്ക് എന്ത് ചെയ്തു? പിന്നെ അതിലേക്ക് എന്ത് ചെയ്തു? ഈ വാട്സപ്പുകൾ വന്നു. അതോടുകൂടെ സോഷ്യൽ മീഡിയ വന്നു. ഇപ്പൊ ആർക്കും നേരമില്ല. എന്താ സൊല്യൂഷൻ? വീടുകളിൽ മൊബൈൽ ഇല്ലാതൊക്കെ നടക്കുമോ? നടക്കൂല. എന്നതും നടക്കൂല. നിനക്ക് യഥാർത്ഥ മുസ്ലിമാക്കാൻ ഇനി കഴിയൂല. ആരെ പറഞ്ഞു? ഞാനേ പറഞ്ഞു. നിങ്ങളാരാ? ഞാൻ എൻ്റെ വാപ്പ. നടക്കൂല. പഠിച്ചു പറയാത്. ഇത് നടക്കൂല. നിങ്ങളവിടെ നടക്കും, എൻ്റെ അവിടെ നടക്കൂല. എൻ്റെ കുട്ടികളെ കൽബിൻ്റെ കയ്യിലല്ല. എൻ്റെ കുട്ടികളെ കൽബിൻ്റെ കയ്യിലല്ല. നിങ്ങളെ കുട്ടികളെ കൽബ് നിങ്ങളെ കയ്യിലല്ല. ഓന് സ്കൂളിലുള്ളവരെ നോക്കലുള്ളൂ. ചിലവർ പറയും ഓന് സ്കൂളിലുള്ളവരെ അതോ നോക്കലുണ്ടല്ലോ, അൽഹംദുലില്ലാ, അത് മതി. എന്നാ നാശമായിട്ടുണ്ടോ? നടക്കൂല. ഇനി നടക്കൂല. നമ്മൾ രണ്ടാമത്തെ സുജൂദിന്ന് പൊങ്ങുമ്പോൾ ഇമാമ് മൊബൈൽ എടുക്കാതിരിക്കട്ടെ. നിങ്ങൾ ദ്വാരന്നോടെ. ഇനി അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലൊരു ഫത്വ. എന്ത്? ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ വേണമെങ്കിൽ മൊബൈൽ ഒന്ന് മുട്ടി നോക്കാം. എന്താണ് അതിൽ വന്നതെന്നു നേരെ വല്ലാതെ മാന്തരുത്. ഒരു നോട്ടം നോക്കിയിട്ട് ഖിയാമിലേക്ക് പോകുന്നതിന് വിരോധമില്ല എന്ന് ഇന്നാലിന്ന മൗമൂമോ ഇമാമോ പറഞ്ഞിട്ടുണ്ട് എന്ന് ഏതെങ്കിലും ഒരു മോലിയർ അടുത്ത് പത്ത് വർക്കും. എനിക്ക് മാത്രം ഫാൻ വേണ്ട, എനിക്ക് മാത്രം വേണ്ട. കുറച്ചൊക്കെ വിയർത്തോട്ടെ. എന്താ വിയർത്തിരുന്നു പോയിക്കളാം. എനിക്ക് മാത്രം ഫാൻ വേണ്ട. ഒന്നും വിഷയമല്ല. എന്ത് വിഷയം നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നടക്കൂല കുട്ടികളെ. ഇന്നത് നടക്കൂല. അപ്പൊ നമ്മൾ അതായത് ഉള്ളി തൊലിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ചോറ് വെക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ഉമ്മ ചോറ് വെക്കുമ്പോൾ ഉമ്മ ചോറ് വെക്കുമ്പോൾ 1 വയസ്സായ കുട്ടീൻ്റെ കയ്യിലുണ്ടാ മൊബൈല്? ഇനി 1 വയസ്സല്ല, 99 വയസ്സായ വല്യാപ്പം മരിക്കാൻ കിടക്കുന്നത്. മൂപ്പർക്ക് മൊബൈൽ പൊന്തുമെങ്കിൽ മൂപ്പരുടെ കയ്യിലുള്ള തന്നെ മൊബൈല്. അന്ന മൊബൈല്, വെടി മൊബൈൽ, അവിടെ മൊബൈല്, അതേ ഉള്ളൂ. നന്നാവൂല. കയ്യൂല കുട്ടികളെ, കയ്യൂല. ഹാമിഷികൾ എന്നാണെന്ന് എനിക്ക് ഓർമ്മ. അമേരിക്കയിൽ ഒരു വിഭാഗം ക്രിസ്ത്യാനികളുണ്ട്.
അവർ ഒരു ഉപകരണം ഉപയോഗിക്കില്ല. സ്കൂൾ കുട്ടികൾ പറഞ്ഞേക്കില്ല. അവർ ട്രഡീഷണൽ ക്രിസ്ത്യാനികളാണ്. അവർ തമ്മിൽ കെട്ടിക്കും. അവരുടെ ഒരു വ്യക്തി പുറത്തു പോകാൻ പാടില്ല. പുറത്തു പോയാൽ വീണ്ടും ഗ്രാമത്തിൽ കയറ്റൂല. നിങ്ങൾ ഇതൊന്നും എൻ്റെ കൂടെ വരി. ഒരു വിഭാഗം ആളുകൾ, അവർക്ക് മൊബൈലില്ല, കമ്പ്യൂട്ടറില്ല, ഇൻ്റർനെറ്റ് ഇല്ല, ഒന്നുമില്ല. ഈ അടുത്ത കാലത്ത് അവർ റേഡിയോ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റേഡിയോ നമ്മൾ ഒഴിവാക്കിയിട്ട് 30 കൊല്ലം. ആമിഷികൾ ഇപ്പോൾ ആമിഷികൾ എന്നല്ലേ അവരുടെ പേര്? ആമിഷികൾ അവരുടെ ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമത്തിൽ ഒരാളെ പുറത്ത് കയറ്റൂല, അവിടെ ഉള്ള ഒരാളെ പുറത്തേക്ക് വിടൂല. വിട്ടാൽ പുറത്തേക്ക് ഒരാൾ പോയിട്ട് അവിടെ താമസിച്ചാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റൂല. കാരണം ദുഷിച്ച സ്വഭാവങ്ങൾ ഗ്രാമത്തിലേക്ക് കയറ്റിക്കൊണ്ടിരും. ക്രിസ്ത്യാനികളാണ് അവർ. അതായത് ആധുനിക ഉപകരണങ്ങൾ ഒന്നും അവർ സ്വീകരിക്കില്ല. അവർ നിലം ട്രാക്ടർ വരെ ഇല്ല, നിലം ഉഴുതിട്ട് അവർ കൃഷി ചെയ്യും. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് അവർ ചെയ്യാം. അതായത് അവർ കാലത്തിന്റെ വളരെ പുറകെയാണ്. അപ്പൊ അവരുടെ കുട്ടികളെ ട്രഡീഷണൽ രീതികളിൽ വളർത്താൻ അവർക്ക് കഴിയും, നമുക്കതിന് കഴിയില്ല. എന്തുകൊണ്ട്? ഈ ഉപകരണങ്ങൾ വരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ അറബികളിലേക്ക് ജോലിക്ക് പോയ മുസ്ലിങ്ങളും ഉപയോഗിക്കുന്നത് പോലെ മറ്റൊരാളും ഉപയോഗിച്ച് തുടങ്ങിയില്ല. ഇപ്പൊ മറ്റു സമുദായത്തിലൊക്കെ സാർവത്രികമെങ്കിലും അടിസ്ഥാനപരമായി ഈ മൊബൈൽ സാർവത്രികമായി ഉപയോഗിച്ചത് മുസ്ലിങ്ങളാണ്. ലണ്ടനിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന മഞ്ചേരിക്കടുത്തുള്ള ഒരാള് ഒരു 10 കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞു, എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 14 ഉദ്യോഗസ്ഥരുണ്ട്. അതിൽ അൾജീരിയക്കാരനായ ഒരു മുസ്ലിമും ഞാനും മാത്രമേ മൊബൈൽ ഉപയോഗിക്കുള്ളൂ. യൂറോപ്യന്മാർ മൊബൈലിൽ ഉപയോഗിക്കില്ല. കാരണം അതിന്റെ റേഡിയേഷൻ അവർ ഭയപ്പെടുന്നു. ആ രാജ്യങ്ങളിലാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഉപയോഗിക്കൂല. അവരുപയോഗിക്കൂല എന്നല്ല, ഇതിനോട് 10-15 കൊല്ലത്തിനപ്പുറം ഒരാൾ പറഞ്ഞതാ മഞ്ചേരിക്കാരൻ. നമ്മളതിൽ വീണോയി. അപ്പൊ എന്റെ ഭാര്യന്ന് എന്ത് കഥയാണ് എന്റെ കുട്ടി കേട്ട്? നീ പോള ഒഴിവാക്കിയ പിന്നെ ഇവിടുന്ന് നിനക്ക് വേറെ പെണ്ണ് കയ്യുള്ള പിടിച്ചോ. പൊതുവെ പെണ്ണെ കെട്ടിക്കാൻ ഒരു പെണ്ണും ഇഷ്ടല്ല. പെണ്ണുങ്ങൾക്ക് ഇഷ്ടമില്ല. അവർക്ക് പഠിക്കണം, സ്വതന്ത്രരായി നടക്കണം. ഒരു ബാപ്പ മകളോട് പറഞ്ഞു, മകളെ വിദ്യാഭ്യാസത്തിന് പോകുന്ന മോളാ. ബാപ്പ മോളോട് പറഞ്ഞു, മോളെ പിന്നെ ഞങ്ങൾക്ക് 18 വയസ്സ് കഴിഞ്ഞു. അപ്പോ ഇനി എനിക്ക് എൻ്റെ ഉദ്ദേശം പിന്നെ എന്നെ കെട്ടിക്കണം, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബാധ്യതയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ പെൺകുട്ടി കരിഞ്ഞുപോയി. അപ്പൊ ബാപ്പയും കരിഞ്ഞുപോയി. ബാപ്പ കഴിയാനുള്ള കാരണം എന്താ? ഞാന് എന്നെ കെട്ടിക്കണം എന്ന് പറഞ്ഞപ്പോ മകൾ കരഞ്ഞത് ഞാൻ ഓളെ കാര്യത്തിൽ അത്രയും ശുഷ്കാന്തിയോടുകൂടെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഉള്ള അവര് വാത്സല്യം കൊണ്ടാണ്, എൻ്റെ മോളോട് ഞാൻ കാണിക്കുന്ന വാത്സല്യം കൊണ്ടാണ് ഓള് കരഞ്ഞത്. ഓളിന്റെ ത്യാഗത്തെ എനിക്ക് നിലവിൽ തന്നെ കടണ്ട്. എന്നാലും ബാപ്പാക്ക് എന്നെ കെട്ടിക്കണം, നമുക്ക് വേഗം കെട്ടിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോ കട ഉണ്ടായിട്ടും കൂടി എന്റെ ബാപ്പ എന്നെ കെട്ടിക്കണ കാര്യം ശ്രദ്ധിക്കാണല്ലോ എന്നോർത്തിട്ടാണ് ഓള് കരയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ബാപ്പ. പിറ്റേ ദിവസം ഭാര്യ ഈ കുട്ടീൻ്റെ അമ്മയും ബാപ്പയും കൂടി കൂടിയിരുന്നപ്പോ ബാപ്പ പറഞ്ഞു, ഞാന് ഓളോട് പറഞ്ഞു എന്നെ കെട്ടിക്കണം. അപ്പൊ ആ കുട്ടി കരഞ്ഞുപോയി. അപ്പൊ എനിക്ക് കഴിച്ചില്ല, നമ്മളെ കുട്ടികൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടല്ലോ. അപ്പോ തള്ള പറഞ്ഞു, ബാപ്പ കെട്ടിക്കുന്നോർത്തിട്ടാണ് ഓള് കരഞ്ഞത്. ഓക്ക് കെട്ടിക്കണത് ഇഷ്ടല്ല, ഓക്ക് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാലോ പിന്നെയും പഠിക്കണം, പിന്നെയും പഠിക്കുന്നു. ഞാൻ ഒരിക്കല് കോലാലംപൂരിൽ നിന്ന് 400 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന 400-500 കിലോമീറ്റർ യാത്ര ചെയ്ത് ഒരു നാട്ടിലൊരു പരിപാടിക്ക് പോയി. അപ്പൊ പരിപാടി കഴിഞ്ഞ് തിരിച്ച് കോലാലംപൂരിൽ വന്ന് ഫ്ലൈറ്റിന് നാട്ടിലേക്ക് വരണം, മലേഷ്യയിൽ. അതിന് 10 കൊല്ലം മുമ്പാണ്. അപ്പൊ ഞാൻ ഈ പരിപാടിക്ക് പോയി, പരിപാടി കഴിഞ്ഞു, പെട്ടെന്ന് തിരിച്ചു വരണം. രാത്രി 10-11 മണിയൊക്കെ ആയി പരിപാടി കഴിഞ്ഞപ്പോൾ അത് തിരിച്ചു വരണം. അപ്പൊ ഭക്ഷണം കഴിച്ച് പിന്നെ ഒരു ഡ്രൈവറും ആ നാട്ടുകാരനായ ഒരു മലയാളി, അവിടെ ജോലിക്കാരും മലയാളിയും എന്നെ തിരിച്ച് കോലാലംപൂർ എയർപോർട്ടിലേക്ക് കൊണ്ടുവന്നാക്കുക. ആ സമയത്ത് ഞങ്ങളിങ്ങനെ വരുമ്പോൾ ഡ്രൈവർക്ക് ഉറക്കം വന്നപ്പോ ഡ്രൈവർ
പറഞ്ഞു എവിടെയെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഒരു ചായ കുടിക്കണം. അപ്പോൾ ചായ കുടിക്കാറ്. അങ്ങനെ അപ്പോൾ രാത്രി 2 മണിയാണ്. അപ്പൊ എൻ്റെ ഒരു ഡൗട്ട് എന്താണെങ്കിൽ 2 മണിക്ക് ഇപ്പൊ എവിടുന്ന ചായ ഇട്ടുക? അങ്ങനെ അവൻ പരിചയമുള്ള ഡ്രൈവറാണ്, അവൻ അതില് ടാക്സി ഡ്രൈവറാണ്, ഒരു കഥ അറിയാലോ. അപ്പൊ അവര് എന്ത് ചെയ്യുന്നറിയോ, കൊണ്ടുപോയി ഒരു വിശാലമായ മൈതാനിയുടെ നടുവിലുള്ള ഒരു പ്രവിശാലമായ റെസ്റ്റോറന്റിന്റെ കാറുകൾ, നല്ല 100 കണക്കിന് കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇടയിൽ കൊണ്ട് ഈ കാറ് പാർക്ക് ചെയ്തു. ഞങ്ങൾ 3 ആൾ കൂടെ റെസ്റ്റോറന്റിൽ കയറി. അപ്പൊ റെസ്റ്റോറന്റിൽ കയറിയ നേരത്ത് എനിക്കത് ഇപ്പം മറക്കാൻ കഴിയുന്നു. ആ റെസ്റ്റോറന്റിൽ ഒരു 500 സീറ്റെങ്കിലും ഉണ്ടാവും, ഒരു സീറ്റ് ഒഴിവില്ല. യൂത്ത്, ഒരു തരം ചപ്ര തൽമുടി. രാത്രി 2 മണി നേരം എല്ലാവരുടെയും മടിയിൽ ലാപ്ടോപ്പ് ഉണ്ട്. ആണ് പെണ്ണ് ഇങ്ങനെ ഇരിക്കാം. ആ റെസ്റ്റോറന്റിന്റെ മുന്നിൽ ഒരു ഫുട്പാത്ത് ഉണ്ട്. ആ ഫുട്പാത്തിലൂടെ ചില ആൺകുട്ടികൾ പെണ്ണുങ്ങളും, കുട്ടികളല്ല, 18, 20, 22, 25 വയസ്സ് ഇതിന്റെ ഈ യൂത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അതായത് ഇടയിൽ അവർക്ക് തലയിൽ ടെൻഷൻ ആയിട്ടുണ്ടാവും. അപ്പൊ ഒരു ഓടാണ്. ഏതാ നേരം? രാത്രി 2 മണി. ഇത് ഞാൻ മറക്കൂല. ഇത് മേശയിൽ ചോദിച്ചാൽ എനിക്കത് മറക്കണില്ല. ഞാൻ ആലോചിച്ചു എന്തായി കാണുന്നത്. നിങ്ങൾ ഉറപ്പിച്ചോളി, 10 മണിക്ക് കട അടക്കണമെന്ന നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അറിയില്ലേ? ഇപ്പോൾ രാത്രി കട തുറന്നു വെക്കുന്നതിന് സർക്കാരിന് യാതൊരു വിരോധവും അറിയില്ലേ? 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 നട്ടപ്പ 1 മണി 2 മണി ഇതേ സാധനം നമ്മൾ കോപ്പിടിക്കും. ഏത് നട്ടപ്പാതിരിക്കും റെസ്റ്റോറന്റ് ആളുണ്ടോ? ആരുണ്ടാവും? യുവതിയുവാക്കള്. ഓളെ കെട്ടിച്ചിട്ടില്ല, ഓൻ കെട്ടിയിട്ടില്ല. അന്ന് രാത്രി ഓനെ ആ കൂട്ടത്തിൽ ആരെയും പറ്റിയ ഓളെ കൊണ്ടുപോകും. ഇതാണ് യൂറോപ്പിന്റെ സമ്മാനം. മനസ്സിലായോ? അത് നമ്മുടെ നാട്ടിൽ അടുത്ത് വരും. വന്നു തന്നെ പറയാ ഉണ്ടല്ലേ? പറയും ഇത് സാർവത്രികവും. എന്താ കാരണം? വീട് യൂറോപ്യൻ കളരിയായി. തിരിച്ചെടുക്കാൻ കഴിയില്ല, നന്നാവില്ല, നന്നാവേയില്ല. ഞാൻ കുറച്ച് പൈസ ദീനിയായ പല കാര്യത്തിലും മറ്റുമൊക്കെ ആയിട്ട് ഈ അടുത്ത കാലത്ത് കടം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു തന്ന കുറച്ച് മുതലുണ്ട്. അപ്പൊ എന്തൊരു പരിഹാരം ഉണ്ടാക്കി കടമൊക്കെ വേഗം വീട്ടണം. എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും ആലോചിക്കല് നാട് വിട്ടു പോകണം. ഇപ്പൊ ചെറിയ കുട്ടി പ്രായപൂർത്തിയായി, അപ്പൊ ഞാൻ നാട് വിട്ടു പോകാനുള്ള സുഖം. പിന്നെ ഉള്ള മുതൽ പാപ്പാന്ന മുതൽ മറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി വെച്ചാൽ അവർക്ക് അറ്റാലായ എമ്മ കിട്ടും, ഞമ്മക്ക് പോകാം. ഞാൻ 2023 നാട് വിട്ട് ഒരു നാട്ടിലേക്ക് പോയപ്പോ, ഏതാ നാടെന്ന് നിങ്ങളോട് പറയില്ല, പറഞ്ഞ് ഞങ്ങൾ അവിടെ വന്ന് തപ്പും. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ കാര്യമായി ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം നോക്കി. അങ്ങനെയാണ് സ്ഥലം കണ്ടെത്തിയിരുന്നത്. വയസ്സായ കാലത്ത് ഒളിച്ചിരിക്കുക, അതായത് ഒരു പൊക്കണം മാറാപ്പൊക്കെ കൊണ്ടുപോയി അവിടെ പാർക്കുക, പള്ളികൾ നിസ്കരിക്കുക, അങ്ങനെയുള്ള ചില പള്ളികൾ ഈ ആയുസിലെ യാത്രകൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ മുങ്ങും. എന്തുകൊണ്ട് ഞാൻ മുങ്ങും? എനിക്ക് എൻ്റെ കുടുംബത്തിനെ നന്നാക്കാൻ കഴിയില്ല. ഞാൻ നന്നാക്കണമെങ്കിലോ 2 കാര്യം ചെയ്യണം. 1 മൊബൈൽ വാങ്ങിക്കണം, 2 സ്കൂൾക്കും മദ്രസയ്ക്കും പറഞ്ഞേക്കാക്കണം. മദ്രസയ്ക്ക് പറഞ്ഞേച്ചില്ലെങ്കിൽ ഞാൻ കരിങ്കാലിയായി നിങ്ങൾ കണക്കാക്കും. ഈ സ്കൂൾക്ക് പറഞ്ഞേച്ചില്ലെങ്കിൽ സർക്കാർ എന്നെ പിടിച്ച് ജയിലിലിടും. എവിടെ പറഞ്ഞാൽ കുട്ടിയാശവും. ഓമന മുഹമ്മദിനെ ഓത്തിനെ അയച്ചില്ല എന്നൊരു പാട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് തലയൊക്കെ ഇങ്ങനെ പിരാണ്ടായി. ഓമന മുഹമ്മദിനെ ഓത്തിനെ അയച്ചില്ല. അപ്പോൾ ഞാനൊരു പുസ്തകം എഴുതി. ആ പുസ്തകമാണ് നിറവ്. എന്താ പുസ്തകം എഴുതാൻ കാരണം? ഓത്തിനെ അയച്ചില്ലല്ലോ, അൽഹംദുലില്ലാ. ഓത്തിനെ അയച്ചില്ലെങ്കിൽ മോലിയൊരു നാശമൊക്കെ കുട്ടി. ഒത്തിരി അയക്കാത്തത് അൽഹംദുലില്ലാ, ആ കുട്ടി നാശാകാത്തോണ്ട് നാശായില്ല. ഒത്തിരി അയച്ചിട്ടുണ്ടെങ്കിൽ മദ്രസയിലും കുട്ടി നാശമാവും. അപ്പൊ അതോടുകൂടെ ഇപ്പൊ മദ്രസക്കും തീരുമാനമായി എന്ന് തോന്നണ്ട. ഇതൊക്കെ ആധുനികതയുടെ പിടുത്തത്തിലാണ്. ആധുനികതയുടെ പിടുത്തത്തിലുള്ള കാലത്തോളം ഈ സൊസൈറ്റിയെ നന്നാക്കിയെടുക്കാൻ നമുക്ക് കഴിയില്ല.